ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഭാഷാശാസ്ത്രമാണ്. ഇതിലാദ്യം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതിൻ്റെ ഒരു സന്ദർഭം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് തുടരാൻ പറ്റൂ. ഈ 19-ാം നൂറ്റാണ്ട് വരെ അത് ഇന്ത്യയാണ് അതിൽ ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നത്. ഭാരതീയ ഭാഷാ പഠനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ശിക്ഷ എന്ന അർത്ഥത്തിൽ നമ്മളിപ്പോൾ ഫോണറ്റിക്സ് അഥവാ സ്വനവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയിലും, അതുപോലെ നിഘണ്ടു എന്ന് പറയുന്ന നിരുക്തി എന്ന് പറയുന്ന മേഖല, അതായത് അർത്ഥം ആണ് അതിലെ പ്രധാനമായിട്ടുള്ള മേഖല. പിന്നെ വ്യാകരണം, ഭാഷയുടെ ഘടനാ സംബന്ധമായ ചർച്ച. ഇത് മൂന്നും ഭാരതത്തിൽ വളരെ വികസിച്ച 3 ശാസ്ത്ര മേഖലകളായിരുന്നു. പാശ്ചാത്യരുടെ ഇടയിൽ ഈ രീതിയിലല്ലായിരുന്നു സമീപനം. അവർ ഭാഷയെ അല്ലാതെ പഠിക്കുക, പിന്നെ ചില യൂറോപ്യൻ ഭാഷകൾ തമ്മിലുള്ള താരതമ്യം നടത്തുക, ഇതൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ സർ വില്യം ജോൺസ് ഇന്ത്യയിൽ ജഡ്ജിയായിട്ട് വരികയും അദ്ദേഹം കൽക്കട്ടയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഇവിടെ സംസ്കൃതം പഠിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് പ്രധാനമായിട്ട് സംസ്കൃതം പഠിക്കാനൊക്കെ പലരും ശ്രമിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് അന്നത്തെ ബ്രാഹ്മിൺ പണ്ഡിതന്മാരൊന്നും അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അത് ഏറ്റെടുത്തില്ല. ഒരു അബ്രാഹ്മണ പണ്ഡിതൻ എന്തായാലും ഇദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിച്ചു. അപ്പോൾ സംസ്കൃതം പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപീകരിക്കുകയും ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ ഇന്ത്യയുടെ വിഭവ സമാഹരണത്തെക്കുറിച്ചും വിഭവ സ്രോതസ്സുകളെക്കുറിച്ചും ഒക്കെയുള്ള യൂറോപ്യൻ ചർച്ചകളാണ് അവിടെ നടന്നത്. ഇന്ത്യക്കാർക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിൽ 3-ാമത്തെ ലെക്ചർ, ഇദ്ദേഹം ഒരു 11 ലെക്ചേഴ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത്. 3-ാമത്തെ ലെക്ചറിൽ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതായത് സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും ഈ 3 ഭാഷകളും പൂർവ്വകാലത്ത് ഒരേ സ്രോതസ്സിൽ ഉണ്ടായിരുന്നവരാണ്, അവിടെ നിന്നും പിരിഞ്ഞു വന്നതാണ്. ഇത് ഒരു ബൊട്ടാണിക്കൽ ഫാമിലി കൺസെപ്റ്റാണ്. ബോട്ടണി എന്ന് വളരെ വികസിച്ച ഒരു ശാസ്ത്രമായിരുന്നു ആ കാലത്ത്. അവരെല്ലാം ടാക്സോണമി എന്ന് പറയുന്ന മേഖലയിൽ വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ ഇദ്ദേഹം ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് ഇന്ന ഫാമിലി, അത് ടാക്സോണമിക്കായിട്ടാണ്. അതിൽ ഇദ്ദേഹം പറഞ്ഞത് ഗ്രീക്ക്, ലാറ്റിൻ, സംസ്കൃതം ഈ 3 ഭാഷകളും ഒരേ കുടുംബത്തിൽപ്പെട്ടവയാണെന്നും ദീർഘകാലമായി അവർ സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഡൈവേർജൻസ് എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക, ഡൈവേർജ് ചെയ്തു എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് പിത എന്ന് ഇംഗ്ലീഷ് നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്ന വാക്കിന് പാറ്റർ എന്നാണ് ഗ്രീക്കിലും ലാറ്റിനിലും കാണുന്നത്. അത് പിന്നെ ജർമാനിക് ഭാഷകളിലേക്ക് വന്നപ്പോൾ അത് ശബ്ദമാറ്റം വന്ന് പ എന്നുള്ളത് ഫ ആയി മാറി. അങ്ങനെയാണ് ഫാദർ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഒരു രീതി. അങ്ങനെ എന്തായാലും 19-ാം നൂറ്റാണ്ടിലെ ഭാഷാ പഠനത്തിൽ 2 സാധ്യതകളുണ്ടായി. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഈ ശ്രമം കൃത്യമായിട്ടും അതുവരെ നമ്മൾ ഇന്ന് ആർക്കിയോളജി, പാലിയൻറ്റോളജി, ഫോസിൽ പഠനം എന്നൊക്കെ പറയുന്ന മേഖലകൾ തിരയുന്ന മനുഷ്യൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഒരു മുഖം തുറന്നു എന്നുള്ളതാണ്. ഫിലോളജി എന്നാണ് കൽക്കട്ടയിലെ ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫിലോളജി എന്നാണ്, ലിംഗ്വിസ്റ്റിക്സ് എന്നല്ല. അപ്പോൾ ഈ ഫിലോളജി സ്റ്റഡീസ് എന്നാണ് ഇതിനെ. ഭാഷാ പഠനമെന്നും ഭാഷാജ്ഞാനം എന്നൊക്കെയാണ് നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്ന് ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടില്ല, ഇത് ഫിലോളജിയാണ്. ആ ഫിലോളജി പഠനമാണ് ലോകത്ത് ആദ്യമായിട്ട് പൂർവ്വ ജനതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാമെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും ഒരു വഴി തുറക്കുന്നത്. അങ്ങനെ ആ 19-ാം നൂറ്റാണ്ട് പൂർണ്ണമായിട്ട് പരസ്പരം വൈരികളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു തരത്തിലുള്ള വിനിമയ ബന്ധവുമില്ലാത്ത ഭാഷകൾ പോലും അവയുടെ ആധാര ഭാഷകളെ, മാതൃഭാഷകളെ തിരഞ്ഞുള്ള അന്വേഷണങ്ങൾ ശക്തി പ്രാപിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഫിൻലൻഡ് മുതൽ സൗത്ത് ഏഷ്യ വരെ നീണ്ടുകിടക്കുന്ന ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്നുള്ള കുടുംബം എന്നതാണ്. ഇതിനോടൊപ്പം തന്നെയായിരുന്നു ഇന്ത്യയിൽ വന്ന മറ്റൊരു ആശയം. അത് ഈ ബ്രാഹ്മിൻ പണ്ഡിതന്മാരും അതുപോലെ കൊളോണിയൽ മിഷണറിമാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുണ്ടാക്കിയതാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസ്കൃതജന്യമാണ്, സംസ്കൃതത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നതായിരുന്നു ആ വാദം. ഈ വാദത്തെയൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് 1816 ദ്രാവിഡ ഭാഷാ കുടുംബത്തെക്കുറിച്ചുള്ള ആശയം ആദ്യമായിട്ട് ഫ്രാൻസ് വൈറ്റ് എല്ലിസ് വെക്കുന്നത്. പിന്നെ റോബർട്ട് കാർഡ്വെൽ വീണ്ടും
വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1955 ആകുമ്പോൾ ദ്രവീഡിയൻ എന്ന വാക്ക് ഉപയോഗിച്ച് ഇത് ദ്രാവിഡ ഭാഷാ കുടുംബം, ഇത് സംസ്കൃതത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് വരുത്തി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാഷാ പഠനം എന്ന് പറയുന്നത് താരതമ്യ പഠനമാണെന്നും ഈ താരതമ്യ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഷയ്ക്കും സംഭവിക്കുന്ന ചരിത്രപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ എന്താണെന്നും ആ മാറ്റം എന്താണെന്നുമുള്ള ചരിത്രാത്മക ഭാഷാശാസ്ത്രം, ഇത് രണ്ടുമാണ്. കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഇതേ മേഖലയിൽ തന്നെയാണ് സസൂറും ജോലി ചെയ്തിരുന്നത്. പക്ഷേ സസൂറിൻ്റെ ഈ പൂർവഭാഷ പുനഃസംഘാടനം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ എന്ന് നമ്മൾ പറയുന്ന ഈ പ്രോസസ്സ് അദ്ദേഹം ചെയ്യുമ്പോൾ അന്ന് നിലവിൽ ഉണ്ടായിരുന്നതായിട്ട് അറിയപ്പെടാത്ത ചില ഭാഷകളുടെ ശബ്ദങ്ങൾ അയാൾക്ക് കിട്ടുന്നുണ്ട്. അത് പിൽക്കാലത്ത് ഹിറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായിരുന്നുവെന്നും ആ ഹിറ്റൈറ്റിൻ്റേതാണ് അത് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു ഭാഷയാണെന്നും ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹവും പരിശീലിക്കപ്പെട്ടത് താരതമ്യ വിജ്ഞാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ജനീവയിൽ ക്ലാസ് എടുക്കുന്ന 1905 മുതൽ 11 വരെയുള്ള, ഇദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ 1905 മുതൽ 11 വരെ ഉള്ള ഈ ക്ലാസ്സുകളുടെ ക്ലാസ് നോട്ട്സ് ഇദ്ദേഹം മരിച്ചതിന് ശേഷം കൃത്യമായിട്ടും 1916 അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, താരതമ്യാത്മക ഭാഷാശാസ്ത്രവും ചരിത്രാത്മക ഭാഷാശാസ്ത്രവും ലിഖിത ഭാഷകളെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. ലിഖിത സ്രോതസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ പറ്റൂ, അല്ലെങ്കിൽ മാറ്റം എന്താണെന്ന് പറയാൻ പറ്റൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഭാഷയെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഒരു ഭാഷ അതിൻ്റേതായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു ശ്രേണീക്രമമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്രീയമായി സമീപിക്കുക എന്നത് ആണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന് ലാങ് ആൻഡ് പരോൾ. ലാങ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി എല്ലാ ജനതയിലെ ഒരു ഭാഷാ ജനതയുടെ എല്ലാവർക്കും മനസ്സിലാകുന്ന, നമ്മളിപ്പോൾ അതിനെ ചോംസ്കിയൊക്കെ വ്യാകരണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ നിയമാവലികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അബ്സ്ട്രാക്റ്റ്, ഒരു അമൂർത്ത സങ്കല്പമായിട്ടില്ല അങ്ങനെയും. പരോൾ എന്ന് പറയുന്ന വ്യക്തിഭാഷ, ഓരോ വ്യക്തികളും സംസാരിക്കുന്ന ഭാഷയെയുമാണ്. അപ്പോൾ ഈ വ്യക്തിഭാഷകളുടെ ആകത്തുക എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തനക്ഷമമായിട്ടുള്ള കേന്ദ്രത്തെയാണ് ലാങ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇദ്ദേഹം വെച്ചത്, ഇദ്ദേഹം നേരത്തെ ചരിത്രാത്മക സമീപനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെയും ഇദ്ദേഹം ഒരു ബൈനറിയുടെ വെക്കുകയാണ്. അതായത് ചരിത്രാത്മകം, സമകാലികം എന്നുള്ളത്. അതാണ് ഈ സിങ്ക്രോണിക് ഡയക്രോണിക് എന്ന് പറയുന്ന സമീപനം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഭാഷകളെ നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ അത് ഏത് പീരീഡ് എന്നല്ല, ഏതെങ്കിലും ഒരു കാലഘട്ടം നിശ്ചയിച്ച് ആ ഭാഷയെ വിശകലനത്തിന് വിധേയമാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം സിങ്ക്രോണിക് അപ്രോച്ചിന് അമിത പ്രാധാന്യം നൽകിയത്. ഇതേ സമയത്ത് തന്നെ 1916 ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വരുന്ന അതേ കാലത്ത് തന്നെയാണ് കേരള പാണ്ഡ്യത്തിൻ്റെ 2ാം പതിപ്പ് പുറത്തിറക്കുന്നത്. കേരള പാണ്ഡ്യ അദ്ദേഹത്തിന് സസൂറിനൊന്നും അറിയില്ല, പക്ഷേ കൃത്യമായിട്ടും ആഗമികം എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കലായിട്ടാണ് ഭാഷയെ സമീപിക്കേണ്ടുന്ന ഒരു കൗണ്ടർ വാദം ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും മുന്നോട്ട് വരികയാണ്. ഇതൊന്നും ആരും ആ രീതിയിൽ താരതമ്യപ്പെടുത്തി പഠിക്കാനൊന്നും പോയിട്ടില്ല. എന്തായാലും ഈ സമീപനം കഴിഞ്ഞ് മൂന്നാമത് വെക്കുന്നത് സിൻഡഗ്മാറ്റിക് ആൻഡ് പാരഡിഗ്മാറ്റിക്, അതായത് ലംബതലത്തിലും തിരശ്ചീന തലത്തിലും ഭാഷയ്ക്കുള്ള ബന്ധം, ഓരോ പദങ്ങൾക്കുമുള്ള ബന്ധം. ഈ രീതിയിൽ അദ്ദേഹം മൂന്നാമത്തെ ആശയം വെച്ചു. അത് കഴിഞ്ഞ് ബൈനറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതാണ് വൈരുദ്ധ്യാത്മകം എന്ന് മോഹൻ മാഷ് പറഞ്ഞത്. ഈ ബൈനറിയെ ആയി കാണുക. അപ്പോൾ ഭാഷയ്ക്ക് അടിസ്ഥാനപരമായി സ്വയം നിർമ്മിത സ്വയംഭരണ വ്യവസ്ഥയുണ്ടെന്നും അവ ഘടനാ ബന്ധമാണെന്നും എല്ലാ തലത്തിലും ഭാഷയിൽ നമുക്ക് ഏകകങ്ങളെ അല്ലെങ്കിൽ യൂണിറ്റുകളെ, കോൺസ്റ്റിറ്റ്യൂവൻസിനെ വേർതിരിച്ചെടുക്കാമെന്നും അവ തമ്മിലുള്ള പരസ്പര ബന്ധം, ആ ഘടനാബന്ധമാണ് ഇതിനർത്ഥം നൽകുന്നത്, അതൊരു ബൈനറി ആണെന്നും ഒക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇദ്ദേഹം അല്ല അത് പറഞ്ഞത്, പിന്നെ അത് സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള പേരിൽ ഘടനാത്മക ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞ് വികസിക്കുകയാണ്. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് അമേരിക്കയിലാണ്. അവിടെ ഫ്രാൻസ് ബോസ്, ബ്ലൂംഫീൽഡ് തുടങ്ങിയുള്ള ആൾക്കാർ ഇത് ഏറ്റെടുക്കുകയും അതുവരെ രേഖപ്പെടുത്താത്ത ഭാഷകളെ രേഖപ്പെടുത്താനുള്ള ഒരു സാങ്കേതിക പ്രവർത്തനമായി ഇതിനെ മാറ്റുകയും അങ്ങനെയാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം എന്ന രീതിയിൽ ഇത് വികസിക്കുന്നത്.
അപ്പോൾ അമേരിക്കയിൽ വികസിച്ച ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ബിഹേവിയറിസ്റ്റ് ഒരു പെരുമാറ്റ രീതിയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. ഈ ഭാഷ എന്ന് പറയുന്ന ഒരു സ്വയംഭരണ സിസ്റ്റമാണെന്നും അതിൻ്റെ അർത്ഥം അതിൻ്റെ വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും എല്ലാ തലത്തിലും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സ്വനിമ, രൂപിമ, പദ, വാക്യഘടനാ തലത്തിലൊക്കെ തന്നെ ഇതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വിശ്ലേഷണം നടത്താൻ പറ്റും. ഈ സമീപനത്തിലൂടെ ഓരോ ഏകകങ്ങളും മറ്റു ഏകകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അതിനെയാണ് ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അനാലിസിസ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നത്. ഇതിനെതിരായിട്ട് വന്ന വാദം അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അതാണ് ചോംസ്കി എടുത്ത് പ്രയോഗിക്കുന്നത്. ഈ ബിഹേവിയറിസ്റ്റ് സമീപനം തെറ്റാണെന്നും ഇത് ഭാഷയുടെ സർഗാത്മകതയെ യാതൊരു തരത്തിലും വിശദീകരിക്കാൻ പര്യാപ്തമല്ലെന്നും ഭാഷ എന്നത് ഇവർ പറയുന്നത് പോലുള്ള ഒരു സ്വയം പര്യാപ്ത സിസ്റ്റത്തിൻ്റെ മാത്രം ഘടനയിലല്ല, അത് ആന്തരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രക്രിയയാണെന്നും ചോംസ്കി വരുത്തി തീർക്കുകയാണ്. ചോംസ്കി വന്നതോടുകൂടി പ്രജനനവാദം അല്ലെങ്കിൽ ജനറേറ്റീവ് സിൻടാക്സ് എന്ന് പറയുന്ന പുതിയ മേഖല വരികയും എങ്ങനെയാണ് ഭാഷ അധോതലങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നും അതിൻ്റെ നിയമാവലികൾ എന്താണെന്നൊക്കെയാണ് ചോംസ്കി വരുന്നത്. അവസാനം ചോംസ്കി എത്തിച്ചേർന്നിരിക്കുന്നത് ഭാഷയ്ക്ക് ഭാഷ ഒരുപാട് അദ്ദേഹം അനലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വല്ലാത്ത സങ്കീർണതകൾ ഉണ്ടായെങ്കിലും അവസാനം മിനിമലിസത്തിലെത്തി ഭാഷ സാർവഭാഷികമായിട്ട്. കാരണം ഇതൊരു ഹ്യൂമൻ സ്പെസിഫിക് കപ്പാസിറ്റി, അതായത് മനുഷ്യന് മാത്രമുള്ള ഒരു ശേഷിയാണ്. ഈ ശേഷി ആന്തരികമാണ്. അതിന് അദ്ദേഹം ഒരു അബ്സ്ട്രാക്റ്റ് വേർഡ് കൊടുക്കുന്നുണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD. അത് മനുഷ്യന് മാത്രം ഉള്ള ഒരു സംവിധാനമാണെന്നും മറ്റ് ജീവജാലങ്ങൾക്ക് ആർക്കും തന്നെ ഈ സംവിധാനം ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ന്യൂറോ സയൻസ് മൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഡീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. മൈൻഡ് എന്ന് പറയുന്ന ഒരു അവയവവുമില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റും ഇല്ല. പകരം അത് ന്യൂറോളജിക്കൽ സിസ്റ്റമായിട്ടാണ് അവർ കൺസീവ് ചെയ്തത്. ഇത് ഈ രീതിയിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു മേഖല വികസിച്ചു പോകുന്നു. മറ്റേ മേഖലയിൽ ഘടനാവാദത്തിൻ്റേതായിട്ട് രൂപപ്പെട്ടത് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ അടിത്തറയാണ്. അതായത് ഭാഷയെ ശാസ്ത്രീയമായി സമീപിക്കാമെന്നും ആ ഭാഷയെ കൃത്യമായും അതിൻ്റെ ഘടക വിതരണം ശാസ്ത്രീയമായി നിർവഹിക്കാമെന്നുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കലായിട്ട് തന്നെയുള്ള ഇതാണ്. ഇനി ഇതിനെതിരായിട്ട് വന്ന വിമർശനങ്ങളാണ്. വിമർശനം എന്ന് പറയുന്നത് ഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാവുന്ന അതിൻ്റെ ഘടനയെ അടയാളപ്പെടുത്താനും അതിൻ്റെ ഘടക ബന്ധങ്ങൾ പറയാനും കഴിയുമെന്നുള്ളതല്ലാതെ ഭാഷ എന്തുകൊണ്ട് ഭാഷ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവെന്നോ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കോ അതൊന്നും വിശദീകരിക്കാൻ ഈ രീതിശാസ്ത്രം ഉപയോഗപ്പെടുത്താനാവില്ല എന്ന വിമർശനമാണ് പിൽക്കാലത്ത് വളർന്നു വരുന്നത്. അത് ഫങ്ഷണലിസ്റ്റുകളായാലും ജനറേറ്റിവിസ്റ്റുകളായാലും ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ ഇതേ സമീപനം അന്ന് വരെ ഉണ്ടായിരുന്ന സമീപനത്തിന് വ്യത്യസ്തമായിട്ട്. പക്ഷേ ഇന്ത്യയിൽ ശരിക്കും പോയറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ വ്യാകരണത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ശാഖയായിട്ടാണ് സാഹിത്യ പഠനങ്ങളെ കണ്ടിരുന്നത്. അത് തൊൽക്കാപ്യം ഉൾപ്പെടെയുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളെല്ലാം ഈവൻ നമ്മുടെ ലീലാതിലകം ഉൾപ്പെടെ ഉൾക്കൊണ്ടിരുന്നത് ഘടനയിൽ നിന്നും ഈ പറയുന്ന സർഗാത്മകതയിലേക്കുള്ള ഭാഷയുടെ മെറ്റഫോറിക്കലായിട്ടുള്ള വികാസത്തെ എങ്ങനെ അടയാളപ്പെടുത്താമെന്നുള്ള ശ്രമമായിരുന്നു. പക്ഷെ പാശ്ചാത്യർക്ക് ഈ മെത്തഡോളജി ആദ്യം പരിചയപ്പെടുന്നത് തന്നെ റോമൻ യാക്കൂബ്സനിൽ നിന്നാണ്. അത് കാരണം റോമൻ യാക്കൂബ്സൻ ഇതെടുത്ത് ഉപയോഗിക്കുകയും പ്രാഗ് സ്കൂളിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയും ഈ രീതിശാസ്ത്രം സാഹിത്യ വിമർശനത്തിനോ വിശകലനത്തിനോ പ്രയോജനപ്പെടുത്താമെന്നുള്ള ഒരു സമീപനം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനെ തുടർന്നാണ് പിന്നെ നമുക്ക് ബാർത്തിയൻ അനാലിസിസും ഒക്കെ വരുന്നത്. പക്ഷേ ഇത് നരവംശാസ്ത്ര ശാഖയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിലാണ്. അവർക്ക് അന്ന് വരെ രേഖപ്പെടുത്താത്ത ഭാഷകളെ എങ്ങനെ രേഖപ്പെടുത്താം എന്നും അതിൻ്റെ വിതരണക്രമം, അതുകൊണ്ടാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം അഥവാ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. ഇന്നും ആദിവാസി ഭാഷകളെ രേഖപ്പെടുത്താൻ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിശാസ്ത്രം തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അവിടെ നിന്ന് ഇദ്ദേഹം അന്ന് വരെ എത്നോഗ്രഫി എന്ന് പറയുന്ന വിഷയം പാശ്ചാത്യർ കൺസീവ് ചെയ്തിരുന്നതും അത് വിവരണം ആണ്, വിവരണാത്മകമാണ്. ഒരു തരം ഔട്ട്സൈഡ് നെറേഷൻ എന്ന് പറയുന്ന രീതിയിലാണ്. ഒരു ആൾ പോയി താമസിക്കുന്നു, അവിടെ എന്താണ് കാണുന്നത് അതൊക്കെ കൃത്യമായി നരേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഘടന എന്താണെന്നുള്ള പരിശോധനയൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ക്ലോഡ് ലെവിസ്ട്രാസ് ഈ പറയുന്ന
ഒരുപക്ഷെ അന്ന് വരെ ആരും ഭാഷാശാസ്ത്രത്തെ ഒരു സാമൂഹ്യ ശാസ്ത്രമായി അംഗീകരിച്ചിരുന്നില്ല. ക്ലോഡ് ലെവിസ്ട്രോസ് ആണ് പറയുന്നത് ഭാഷാശാസ്ത്രം ഏറ്റവും വികസിച്ച സാമൂഹ്യ ശാസ്ത്രമാണ് എന്ന വിശ്വാസമൊന്നും മാത്രമല്ല, അദ്ദേഹം അത് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് ഈ പറയുന്ന രീതിശാസ്ത്രം ഉപയോഗിച്ച് ഏത് ഘടനയെയും കണ്ടെത്താമെന്നും അവയെ കൃത്യമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കാമെന്നുമുള്ള അത് വളരെ ഗണിതീയ യുക്തിയിലേക്ക് വരെ അദ്ദേഹം വ്യാപിപ്പിക്കുകയാണ്. പക്ഷേ ഇതിനെതിരായിട്ട് വന്ന ക്ലോഡ് ലെവിസ്ട്രോസ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടനാവാദികൾക്കും എതിരായിട്ട് വന്നിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഭൂലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ബൈനറി ആക്കാൻ പറ്റില്ല. ഈ ബൈനറി ആക്കുമ്പോൾ തന്നെ അതാണ് ഡെറിഡ പറഞ്ഞു വെക്കുന്നത്. ബൈനറി ആക്കുമ്പോൾ തന്നെ അതിൽ ഒന്നിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, മറ്റതിനെ അധോഘടനയാക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനും ഈ തുടർന്ന് ഫൂക്കോ വരെയുള്ള അല്ലെങ്കിൽ ലെക്കാൻ വരെയുള്ള എല്ലാ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളുടെ ജൂലിയ ക്രിസ്തവ വരെയുള്ള സെമിയോട്ടിക് സ്റ്റഡീസ് ഉൾപ്പെടെ എല്ലാത്തിൽ നിന്നും ഉള്ള വിമർശനങ്ങൾ അവരെല്ലാവരും അവരുടെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നത് ഈ ഘടനാവാദത്തോടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു. കാരണം അത് ഘടനാവാദത്തിൽ നിന്ന് തന്നെ വികസിച്ച് വന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന മേഖലയൊന്നും പാശ്ചാത്യർ പൂർണ്ണമായും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. കാരണം അവർ ഈ പറഞ്ഞതാണ്, അതായത് അവർ ഇതിൻ്റെ സന്ദർഭത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അർത്ഥത്തെ ബൈനറിയാക്കി ചുരുക്കുന്നു. ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആറ്റമിക ഘടന കണ്ടെത്തലിലുപരി ഇത് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ള വലിയ വിമർശനത്തിലാണ് ആ പ്രതലം നിൽക്കുന്നത്. അത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്ക് അർത്ഥം ഒരിക്കലും നിർണീതമല്ല, അത് മാറ്റിവെക്കപ്പെടുകയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വളരുന്നത്. പക്ഷേ ഇവിടെ ഈ സമീപനം ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു കവിതയെയോ കഥയെയോ എന്തിനാണെങ്കിലും മലയാളത്തിൽ ഒരു നിരൂപണം ആരെങ്കിലും എഴുതിയാൽ ഇതൊരു ബോറൻ സാധനമാണെന്നും, അതായത് ഇവിടെ നിൽക്കുന്ന ഭാഷാശാസ്ത്രവും സാഹിത്യ പണ്ഡിതന്മാരുമായിട്ട് കഴിഞ്ഞ 60-കൾ മുതൽ നിൽക്കുന്ന ദീർഘകാലമായിട്ടുള്ള സംവാദമൊക്കെ ഇപ്പം നിന്നു, എന്നാലും ഒരു മാർജിനലൈസേഷൻ, അതായത് ഭാഷാശാസ്ത്രം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇത് ബോറൻ സയൻസാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹിത്യത്തെയോ കവിതയോ എന്തിനെ കുറിച്ചെങ്കിലും ഒരു അഭിപ്രായം ഭാഷാശാസ്ത്രകാരൻ്റെ മുന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ആര് വായിക്കും? കാരണം സാഹിത്യം ആസ്വാദനത്തിനുള്ള വകയാണെന്നും അത് ആത്മനിഷ്ഠമാണെന്നും അതിനെ വസ്തുനിഷ്ഠവൽക്കരിക്കുക അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല എന്നും വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അത് മലയാളത്തിൽ ഏറ്റവും പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആശയധാരയുള്ള അവർ പോലും ഈ ഭാഷാശാസ്ത്രം ശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന ഒരു കവിതയെ കൃത്യമായി വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് ശ്രമിക്കാറുമില്ല. അതിനകത്ത് വേണുഗോപാല പണിക്കർ സാറും അതുപോലെ VR പ്രബോധേന്ദ്രൻ നായരെ പോലെ 1-2 പേര് ചില സന്ദർഭങ്ങളിൽ മാത്രം അവർക്ക് താല്പര്യമുള്ള ചില സന്ദർഭങ്ങളിൽ ഇത് പൊയറ്റിക് സ്റ്റഡി. പിന്നെ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു മേഖലയാണ് നരറ്റോളജിയും അതുപോലെ സ്റ്റൈലിസ്റ്റിക്സും, അതായത് ശൈലീ പഠനവും അതുപോലെ ആഖ്യാനശാസ്ത്രവും. ഈ 2 പഠന മേഖലകളിലും ചില രീതിയിലുള്ള ശ്രമങ്ങൾ മലയാളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഘടനാ സമീപനത്തിലൂടെ സാഹിത്യത്തെ സമീപിക്കാം എന്നത് മലയാളികൾ വിശ്വസിക്കുന്ന കാര്യമല്ല. അവ അങ്ങനെ ഒരു മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടക്കുന്നു എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയേണ്ടത് ഈ പുസ്തകത്തിലേക്ക് വരാൻ. എന്താണ് ഇവിടുത്തെ സംഭവം? കാരണം ഭാഷാശാസ്ത്രജ്ഞർ പോലും ധൈര്യപൂർവ്വം ചെയ്യാൻ മടിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അവരൊരു പരിധി വരെ ഈ പറയുന്ന സാഹിത്യ ലോകത്തിന് പുറത്തു പോകും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏത് സാഹിത്യ രൂപത്തെ വേണമെങ്കിലും ഘടനാ വിശകലനം ചെയ്യുകയും അതിൻ്റെ മാക്സിമം ലെവലിൽ ആറ്റമിക്കായിട്ട് തന്നെ ആറ്റമിക ഘടനകളാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ സങ്കേതങ്ങൾ രൂപീകരിക്കുകയും ഏകകങ്ങൾ തിരിച്ചറിയുകയും ആ ഏകകങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം നിർണ്ണയിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിശാസ്ത്രീയമായിട്ടൊരു മെത്തഡോളജി രൂപീകരിക്കാമെന്നും ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായം കൊണ്ട് പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായമുള്ളപ്പോൾ ലോകത്തുള്ള മൊത്തം കവിതകൾ എങ്ങനെ രൂപപ്പെടുമെന്നുള്ളത് അതിൻ്റെ കോർപ്പസ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ വളരെ കൃത്യം ആയിട്ട് മനസ്സിലാവും. ഓരോ കവിയുടെയും
ശൈലീപരമായ പ്രത്യേകതയും അദ്ദേഹത്തെ നയിക്കുന്ന നമ്മൾ പറയുന്ന ഭാവന എന്നൊക്കെ പറയുന്ന ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിൻ്റെ ശാസ്ത്രീയത എന്താണെന്നും വിശകലനം ചെയ്ത് പറയാൻ വളരെ കൃത്യമായിട്ടും ഭാഷാശാസ്ത്രത്തിന് കഴിയും. അത് ഇപ്പോഴാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് വികസിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് വികസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാഗമായിട്ട് നിങ്ങൾ ഏത് കവിത എന്ത് കൊടുത്താലും ആ കവിത ഈ പറയുന്ന ഇതിനകത്ത് ആന്തരിക തലത്തിൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കവിയുമായിട്ടോ കവിതയുമായിട്ടോ ബന്ധമുണ്ടെന്ന് വരെ വിതിൻ നോ ടൈം കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരാനും അതിൻ്റെ വിശദീകരണം നടത്താനും ഇപ്പോൾ നമുക്ക് കഴിയും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കാരണം ഈ മേഖലകൾ ഒരിക്കലും സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി കേരളത്തിൽ ചർച്ച ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ആബ്സെൻസ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ ഘടനാവാദം അല്ലെങ്കിൽ ഘടനാ ഭാഷാശാസ്ത്രം, ഘടനാത്മക ഭാഷാശാസ്ത്രം സാഹിത്യ വിശകലനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? എന്തായാലും രാഘവൻ പയ്യനാട് മാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഘടനാവാദിയാണെങ്കിലും അദ്ദേഹം ഒരു ഘടനാ ഭാഷാശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടി. കാരണം അദ്ദേഹം ഫോക്ലോറിസ്റ്റാണ്, ഒപ്പം തന്നെ സാഹിത്യ മേഖലയിൽ പരിചിതനായ ആളുമാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൂർണ്ണമായിട്ട് ക്ലൗഡ് ലെവിസ്ട്രോസ് ലോകത്ത് ഈ സ്ട്രക്ചറലിസം തന്നെ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ബൈനറിയെ തന്നെ ഇത്രമാത്രം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഡിസ്കോഴ്സ് ബൈനറിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ പോലും ബൈനറിയും പൂർണ്ണമായും നിരാകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം നിർണ്ണയിച്ചത് ഘടനാവാദമാണെന്നതും സംശയമില്ല. ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതെങ്ങനെ ഉപയോഗിക്കുക, ഇവിടെ ലെവിസ്ട്രോസിനെ അവർ ധിക്കരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തെ ഏറ്റെടുത്തില്ല, സാമൂഹ്യ രീതികളെ ഏറ്റെടുത്തില്ല, സന്ദർഭത്തിന് പ്രാധാന്യം കൊടുത്തില്ല എന്നൊക്കെയുള്ള ഒരു പിടി വിമർശനം ഈ ലെവിസ്ട്രോസിൻ്റെ ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ടു. ലോകത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ബൈനറികളായിട്ട് ചുരുക്കുന്നു. ഈ ചുരുക്കുന്ന ഇതൊരു റിഡക്ഷനിസമാണ്, ഇതൊരിക്കലും ഘടനാപരമായിട്ടുള്ള എൻ്റെ ജനറേറ്റിവിറ്റിയെ കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ സാഹിത്യത്തിൽ ഘടനാ സംബന്ധമായ രീതിയിൽ നമുക്ക് സാഹിത്യത്തെ വിശകലനം ചെയ്യാം എന്ന ധൈര്യപൂർവം ഏറ്റെടുക്കുകയാണ് ഈ പുസ്തകത്തിൽ പയ്യനാട് മാഷ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്കുള്ള പ്രയോജനം? നമുക്ക് പ്രയോജനം അതും കൂടെ ആലോചിക്കണമല്ലോ. കാരണം ഇത്രമാത്രം വിമർശനം ഘടനാവാദത്തിനെതിരായിട്ട് നിൽക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ സാഹിത്യം വായിക്കുന്ന ആസ്വദിക്കാനാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഉള്ള അതിൻ്റെ ധൈഷണിക ആയിട്ടുള്ള അന്തർഘടനകളെയും പൊരുളുകളെയും കുറിച്ച് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പുസ്തകം ഒരു അക്കാദമിക ഗ്രന്ഥമാണ് എന്നതും അത് പ്രായോഗിക തലത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ ഇത് മനസ്സിലാക്കുന്നവരെയും കൃത്യമായി ഒരു ശാസ്ത്രീയ അവബോധം, വിശകലന ബോധം ഉണ്ടാക്കുമെന്നതും അതിപ്രധാനമാണ്. അതാണ് ഇതിൻ്റെ ഒരു അക്കാദമികമായിട്ടുള്ള പ്രാധാന്യം. 2, നമ്മൾ ഈ ആസ്വാദനം ഓരോരുത്തരും ഇപ്പോൾ ഡെത്ത് ഓഫ് ദ ഓതർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് അറിയാം. എന്തുകൊണ്ടാണ് ഓതറെ നമ്മൾ ഇത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരു ടെക്സ്റ്റിനെ പാഠങ്ങളാക്കി മാറ്റുന്നത്? ആ പാഠം സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അതത് കാലഘട്ടവുമായി റീഡർ എന്ന് പറയുന്ന, അപ്പോൾ ഓതറിൽ നിന്ന് റീഡറിലേക്കുള്ള സഞ്ചാരം, റീഡർ ഓതറായി മാറുന്നത്, ഇതൊക്കെ നമ്മൾ അതിനകം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഒരുപാട് ഡിസ്കോഴ്സ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും വ്യവഹാരത്തിൽ നിൽക്കുകയാണ്. ഇത് എന്താണ്? ഇത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അബ്സ്ട്രാക്ഷനെ കാണിക്കുക എന്നുള്ളത് വരുമ്പോഴാണ്. കാരണം അവിടെയാണ് ഈ പ്രശ്നം. പറയുന്ന എല്ലാവരും പറയും ഓതർ മരിച്ചുപോയി ഉടൻ തന്നെ വാർത്തനെ ഇങ്ങോട്ട് എടുക്കുന്നു, കുറേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ധാരണകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. ഇതൊരു വൈയാകരണന്മാരാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ ചർച്ചയിലേക്ക് പോകാറുള്ളത്. പക്ഷേ അവർ സാഹിത്യത്തിലോട്ട് വരികയില്ല. അപ്പോൾ വ്യാകരണം തന്നെ ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ആരും അതിലേക്ക് കടക്കാറില്ല. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഏതിനെക്കുറിച്ചും എന്തിനെക്കുറിച്ചും മനുഷ്യ വ്യവഹാരമാണെന്നും അതൊരു പാഠമാണെന്നും ആ പാഠത്തെ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കിക്കണം എന്നും ഉള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഈ ലെവിസ്ട്രോസിനെ തന്നെ ശരിക്കും പയ്യനാട് മാഷ് പരിഷ്കരിക്കുന്നുണ്ട്. കാരണം ലെവിസ്ട്രോസിന് ഏറ്റ വിമർശനങ്ങളൊക്കെ തന്നെ പയ്യനാട് മാഷിന് വലിയ പരിചയമാണ്.
അതുകൊണ്ട് തന്നെ ലെവിസ്ട്രോസിന് ഏറ്റ അതേ വിമർശനം തനിക്കുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അദ്ദേഹം ഈ കൃതിയിൽ എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സന്ദർഭത്തെ പുനർനിർവചിക്കാൻ ഘടനയെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ ധൈഷണിക പദ്ധതിയാണ്. കാരണം ഘടന പറയുകയല്ല, ഘടന പറഞ്ഞാൽ സന്ദർഭം വരില്ല എന്നാണ് വിമർശനം. പക്ഷേ സാറെടുക്കുന്നത് നേരെ തിരിച്ച, ഘടനയിൽ നിന്ന് തന്നെ സന്ദർഭത്തെ റീകൺസ്ട്രക്ട് ചെയ്യാം, പുനർനിർമ്മിക്കാം എന്നതാണ്. അതാണ് ഇവിടെ ഉള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. അപ്പോൾ ഈ പറയുന്ന കഥാഖ്യാനം, ഇടശ്ശേരിയുടെ കഥാഖ്യാനങ്ങളുടെ ഘടന വളരെ മെറ്റിക്കുലസ് ആയിട്ട് അദ്ദേഹം അതിനെ കണ്ടുപിടിക്കുകയും ആ ഘടന ഉണ്ടാകാനുള്ള സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തി ഇതിനെ അത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എൻകൾച്ചറലൈസേഷൻ ഓഫ് എ മെത്തഡോളജി എന്നാണ്. അതായത് ഒരു രീതിശാസ്ത്രത്തെ അതിൻ്റെ സാമൂഹ്യ സന്ദർഭത്തിന് അനുഗുണമാക്കി മാറ്റുക എന്ന പ്രക്രിയയാണ്. ഇത് ലെവിസ്ട്രോസ് ചെയ്തിട്ടില്ല എന്നാണ് ലെവിസ്ട്രോസിനെതിരായിട്ടുള്ള വിമർശനം. ലെവിസ്ട്രോസ് നിലവിലുള്ള മിത്തുകളെയും അതുപോലുള്ള വ്യവസ്ഥകളെ സ്വീകരിക്കുകയും ആ മിത്തുകളെ വിശകലനം ചെയ്തതിൻ്റെ ഘടന എങ്ങനെയാണെന്നും അതിനൊരു സാർവദേശീയമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ക്രമമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് തെറ്റാണ്, അതെല്ലാം എന്നാണ് പാശ്ചാത്യ വിമർശനം അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത്. ഇവിടെ ഇതേ വിമർശനം ഏറ്റുവാങ്ങാം വയനാട് മാഷിനും. പക്ഷെ വയനാട് മാഷ് ചെയ്തത് ഇതിനെ എത്രത്തോളം സാമൂഹ്യ സന്ദർഭത്തിലേക്ക് ഈ ഘടനയുടെ അകംപൊരുളിനെ എത്തിക്കാമെന്നാണ്. അങ്ങനെയാണ് ഈ കവി മനസ്സ് എന്ന് പറയുന്ന ആശയത്തിലേക്ക്. കാരണം സൈക്കോളജി മനസ്സിനെ ഉൾക്കൊണ്ടില്ല എന്നാണ് പൊതുവിൽ സ്ട്രക്ചറലിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന്. അത് മാനസിക പ്രക്രിയയെ ഉൾക്കൊള്ളുന്നില്ല, മാനസിക പ്രക്രിയ പുറത്തു നിർത്തുന്നു എന്നാണ്. അതുപോലെ അർത്ഥത്തെ പുറത്തു നിർത്തുന്നു, അർത്ഥത്തെ ബൈനറിയാക്കി മാറ്റുന്നു. ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കൃതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അനാലിസിസിൽ ലെവിസ്ട്രോസിയൻ സ്ട്രക്ചറലിസം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ യൂണിവേഴ്സലായിട്ടുള്ള ഘടനകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കവിതാ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഖ്യാന സന്ദർഭത്തിൽ ഇത് എങ്ങനെ വേണം അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാന ഏകകങ്ങൾ ഒരു കവി മനസ്സിനെ രൂപീകരിച്ച സാമൂഹ്യ പ്രക്രിയയുടെ ഫലമാണെന്നും ആ സാമൂഹ്യ പ്രക്രിയയിൽ ഈ ബൈനറി രൂപപ്പെടുകയാണെന്നും ആ രൂപപ്പെടുന്ന ബൈനറി ഇന്നതൊക്കെയാണ് എന്നും വളരെ വിശദമായിട്ട് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ സാറ് അതാണ് ആ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ബൈനറികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറെൻറ്റ് വേ ഓഫ് കോമ്പിനേഷൻസ്. അപ്പോൾ ഒരു കവി ഉണ്ടാകണമെങ്കിൽ ഒരു സാമൂഹ്യ സന്ദർഭം വേണം. ആ കവി കൺസീവ് ചെയ്തിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വിനിമയം ചെയ്യപ്പെടണം. അതിനൊരു സാമൂഹ്യ സന്ദർഭത്തിലേ വിനിമയം ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള കവിയിൽ കവിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണം. ആ കവിത്വത്തിൻ്റെ മനസ്സിൽ ഈ പറയുന്ന ഭാഷാ ഏകകങ്ങളുടെ ശ്രേണി രൂപീകരണം നടക്കണമെങ്കിൽ അത് കൃത്യമായിട്ടും അടിസ്ഥാന ഘടന, അധോഘടനയുടെ അടിസ്ഥാനത്തിൽ. ഇത് ഞങ്ങളുടെ ഭാഷാശാസ്ത്രത്തിൽ ചോംസ്കി എപ്പോഴും പറയുന്നതാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഭാഷയ്ക്ക് സമാനമായ ഘടനയാണുള്ളത്. ആ ഘടനയിൽ ആകെ വ്യത്യാസം വരുന്നത് ചോദ്യവാചി നിങ്ങൾ മുന്നിൽ ഉപയോഗിക്കുന്നുണ്ടോ പിന്നിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ശ്രേണീക്രമങ്ങളിലുള്ള ചില വ്യതിയാനങ്ങൾ മാത്രമാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ ഭാഷകളും സാർവഭാഷികമായിട്ട് ഒരേ ഇതാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്. അവർക്ക് ഈ രീതിയിൽ മാത്രമേ കൺസീവ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ ഒരു കോഗ്നിറ്റീവ് മേക്കപ്പ് ഇങ്ങനെയാണ്. പക്ഷേ അത് പുറത്തു വരുമ്പോൾ, അതിൻ്റെ രൂപം പ്രാപിക്കുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് അതാണ് ഫോമൽ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് യൂണിവേഴ്സൽസ് എന്ന് ചോംസ്കി പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ലോകത്തെ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരുപോലെ ആകണമെന്നില്ല. പക്ഷേ അവരുടെ മനോപ്രവർത്തനങ്ങൾ ഒരു ഗ്രേഡ്, അതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡ് പോയിന്റ് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഇത്രയാണ് എന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിലേത് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സ്ട്രക്ചറലായിട്ട് നമുക്ക് പറയുന്നത്. അതുപോലെ ഇത് വളരെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഷണലാക്കാൻ പറ്റും. അതായത് ഗണിത യുക്തിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത് കൃത്യമായിട്ട് മാത്തമാറ്റിക്കലാണ്. അങ്ങനെ ഇവിടെ ചോംസ്കിയുടെ വീണ്ടും ഡിസ്കഷനുണ്ട്. ഗണിത യുക്തിയാണോ ഭാഷായുക്തിയാണോ മനുഷ്യൻ ആദ്യം ഉണ്ടായതെന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. അതിന് ഭാഷ തന്നെ ഈ പറയുന്ന അതിൻ്റെ ഏകകങ്ങളെ സംഘാടനം ചെയ്യുമ്പോൾ
എല്ലാം ഗണിതയുക്തി പ്രകാരമാണ്. അതിനകത്ത് കൃത്യമായ അഡീഷനുണ്ട്, ഡിലീഷനുണ്ട്. ഇതൊക്കെ കൃത്യമായും ഗണിതയുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഭാഷ കൃത്യമായും നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന ഘടന ഗണിതയുക്തിയാണ്. അപ്പോൾ ഇതേ ഗണിതയുക്തിയിലേക്കാണ് നിങ്ങളുടെ ഏത് ക്രിയേറ്റീവ് ഇതിനെയും നിങ്ങളൊരു വാക്യ പ്രകടനത്തെ പോലെ തന്നെ, ഒരു വാചകത്തെ വിശകലനം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ സർഗാത്മക പ്രവൃത്തികളെയും നമുക്കതിൻ്റെ അടിസ്ഥാന ഘടനകളിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ അധോഘടനകൾ നിലനിർത്തുന്ന ബന്ധം ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാനും കഴിയും എന്നതാണ് ഈ രീതിശാസ്ത്ര മികവായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത് എല്ലാ കവിതകളിലും സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഉള്ള ഒരു ഭാഷാശാസ്ത്രജ്ഞൻ പറയും എല്ലാത്തിലും സാധ്യമാണ്. അപ്പോൾ പിന്നെ ചോദ്യങ്ങൾ വരും, ഇതിലെ ഗാനാത്മകത എവിടെ, ഇതിൻ്റെ പിന്നെ സാഹിതീയത എവിടെ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അത് ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ്. നിങ്ങൾ പറയുന്ന ഭാവനാത്മകതയും നിങ്ങൾ പറയുന്ന സാഹിതീയതയും ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായി അതിൻ്റെ പൊരുളുകളിലേക്ക്, അകപ്പൊരുളുകളിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്തെടുക്കാൻ കഴിയും എന്നതാണ് ആധുനിക ഭാഷാശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരു രീതി. അത് നിങ്ങൾക്ക് അതിൻ്റെ മനോഘടനയിലേക്കും അതിൻ്റെ സാമൂഹ്യ ഘടനയിലേക്കും അതിൻ്റെ സാമ്പത്തിക ഘടനയിലേക്കും അതിൻ്റെ രാഷ്ട്രീയ ഘടനയിലേക്കും ആ ഘടനകളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനും കഴിയും. ഈ രീതിയിൽ ഒരു രീതിശാസ്ത്രം നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു രീതി സാറ് വളരെ വ്യക്തമായിട്ട് ഇതിനെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെ ഒന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പുതിയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താം. ഈ പറയുന്ന ഘടന എന്ന് പറയുന്നത് തന്നെ ബഹുഘടനകളായിട്ട്, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടന, സാംസ്കാരികമായിട്ടുള്ള ഘടന, അങ്ങനെ എല്ലാത്തിൻ്റെയും അധോഘടന എങ്ങനെ സമ്മിശ്രമായി ഒരു കവി മനസ്സിനെ രൂപീകരിക്കുന്നുവെന്നും ആ കവി മനസ്സിൽ നിന്ന് ഇത് കവിതയായി പുറത്തു വരുമ്പോൾ, ആഖ്യാനമായി പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടനകൾ, അതിൻ്റെ ഒരു സമീകൃത ഏകത്വം പാലിക്കുന്നതെന്നും അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം നിർണ്ണയിക്കുന്നതെന്നും വളരെ കൃത്യമാണ്. ഇതാണ് ഇതിനകത്ത് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇത് ഒരു സമീപന ഭിന്നത എന്ന നിലയ്ക്കും, അതുപോലെ ലെവി സ്ട്രോസിനെ പരിഷ്കരിക്കുന്നു എന്ന നിലയ്ക്കും, അതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം എങ്ങനെയാണ് ഒരു കവി മനസ്സിനെ രൂപീകരിക്കുന്നതെന്ന സ്ഥിതിക്കും അദ്ദേഹത്തിൻ്റെ സർഗാത്മകത എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതും അതിൻ്റെ നിർമ്മിതിയുടെ അടിസ്ഥാന ധാര എന്താണെന്നും വിശകലനം ചെയ്ത് ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ അവതരണ രീതി സമീപനമായി മാറിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള പല കവിതകളും അടിസ്ഥാന ഘടന എന്താണെന്നും അതിൽ ചോയ്സ്, അതായത് അത് ഞാൻ പേര് പറയുന്നില്ല, ഒട്ടേറെ ഞങ്ങൾ ഈ ഫൊണോളജിസ്റ്റുകൾക്ക് കവിത നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു കവിതയുടെ ഘടന വിശകലനം ചെയ്തിട്ട് ആ ഘടനയ്ക്ക് പര്യായ പദങ്ങൾ മാറ്റിയാൽ ഞങ്ങൾക്ക് കവിതകൾ വളരെ എളുപ്പം രൂപീകരിക്കാമെന്നാണ്. ഇത് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമിച്ച് വളരെ വിജയം നേടിയ ആൾക്കാരുണ്ട്. ശ്രമിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് ഈ അടിസ്ഥാന തത്വം പാലിച്ചിട്ടാണ് നിങ്ങൾ എഐയോട് ഒരു കവിത എഴുതണമെന്ന് പറയുമ്പോൾ എഐ കവിത എഴുതി തരുന്നത്. കാരണം എഐയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാംഗ്വേജ് എഞ്ചിനീയറിംഗ് ആണ്. ഈ ലാംഗ്വേജ് എഞ്ചിനീയറിംഗിൽ നമ്മൾ അമിതമായിട്ട് പറഞ്ഞു വെക്കുന്നതാണ് ഈ ഭാവന, ഇമാജിനേഷൻ. ഇതൊക്കെ ലോകത്തുള്ള മൊത്തം ഇമാജിനേഷനെ എഐക്ക് തട്ടിച്ചു നോക്കാനും ആ ഇമാജിനേഷനിൽ ഏത് തരം വേർഡ് ചോയ്സുകളാണ് സെലക്ട് ചെയ്യാം എന്നതും വളരെ കൃത്യമായി. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ടോൾസ്റ്റോയിയെ കുറിച്ച് ഒരു നോവൽ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ഇത് ചെയ്യണം, വേർഡ്സ്വർത്തിൻ്റെ ഇതായ രീതിയിൽ, അല്ലെങ്കിൽ ജോൺ കീറ്റ്സിൻ്റെ ആരുടെയും അല്ലെങ്കിൽ കുമാരനാശാനെ പോലുള്ള ഒരു കവിത എഴുതി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ പോസിബിൾ അല്ല. പക്ഷേ കുറെ കൂടെ ഈ കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് വികസിച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണ്. അതിൽ ഒരു അവിശ്വാസ്യതയും നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ ചോയ്സിൻ്റെ ലെയർ മാറ്റിയാൽ മതി. ഞങ്ങൾ സാധാരണ മാപ്പിംഗ് എന്ന് പറയും.